നമ്മളിന്ന് 3 ഐറ്റം സാധനമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ബജിമുളകിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയിട്ട് അത് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇതിന് എന്താണ് നിങ്ങൾ പറയാറെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ കഞ്ഞിക്കൂർക്കൽ ഇല എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. നമ്മുടെ ജലദോഷവും പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സാധനമാണ്. പിന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ കുറച്ച് ബജിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ബജിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു കളറിന് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ ബജിപ്പൊടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും ഇതിനെക്കുറിച്ച്. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ കടലമാവിനേക്കാൾ രുചിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പെർഫെക്റ്റ് രൂപത്തിൽ നമുക്ക് കലക്കിയെടുക്കട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. തീ വെച്ചിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് എണ്ണ ചൂടാക്കി വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മളത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. നമുക്ക് എണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കത് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഈ ഒരു പൊടിയിൽ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതേപോലെയാണ് നമ്മൾ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നത് മുളകാണ് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ടേസ്റ്റ് ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നമ്മളെ ബജിക്കടിയും ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു സ്നാക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഇല നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ്. കാരണം നമ്മൾ ജലദോഷ പനി ഉണ്ടാകുമ്പോഴുള്ളൂ അതിൻ്റെ ഇല നമ്മൾ എടുക്കാറ്. അത് കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബജിപ്പൊടി വെച്ചിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്